വീട് സ്ഥലവും ജപ്തി ചെയ്ത് വീട്ടുകാരെ ഇറക്കിവിട്ട ശേഷം വീട് JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ഹൈക്കോടതി ഉത്തരവ് മുൻനിർത്തിയാണ് കടുത്തുരുത്തി അർബൻ ബാങ്ക് ജപ്തി നടത്തിയത്. കോതനല്ലൂർ മണ്ണാരങ്കാലിൽ അജികുമാറിനെയും 2 പെൺമക്കളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ശേഷമാണ് വീട് ഇടിച്ചു നിരത്തിയത്. വായ്പാ കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിൽ കുടുംബം തിരികെ പ്രവേശിച്ച് താമസം തുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് ബാങ്ക് കോടതിയെ സമീപിച്ച ജപ്തി നടപടികൾക്ക് അനുകൂലമായ വിധി നേടിയത്. വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബത്തെ ഇറക്കിവിടാൻ ബാങ്ക് അധികൃതർ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സഹായത്തോടെയാണ് എത്തിയത്. അജികുമാർ അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ ആംബുലൻസിൽ കയറ്റി കടുത്തുരുത്തി കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സമയം അജികുമാറിന്റെ ഭാര്യ സവിത പുറത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 13-ന് ബാങ്ക് വീട് ജപ്തി ചെയ്തിരുന്നു. കടക്കണി ആശ്വാസ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ അജികുമാറും ഭാര്യ സവിതയും വിഷദ്രാവകവുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. കടക്കണി ആശ്വാസ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവർ രാത്രി വീടിന് താഴെ തീർത്ത് വീടിനുള്ളിൽ കയറി താമസിക്കുകയായിരുന്നു. 2011-ൽ അജികുമാറിന്റെ പേരിലുള്ള 33 സെന്റ് സ്ഥലവും വീടും ഈടുവെച്ച് പലപ്പോഴായി 25 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. കോവിഡിനെ തുടർന്ന് വായ്പ കുടിശ്ശികയായി. ഇപ്പോൾ പലിശ സഹിതം 47 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. ജപ്തി നടപടികൾ പൂർത്തിയാക്കാതെ കൈവശപ്പെടുത്തിയ സ്വത്തുവകകൾ മറ്റൊരു വ്യക്തിക്ക് 54 ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിറ്റെന്നാണ് ബാങ്ക് പിന്നീട് അറിയിച്ചതെന്ന് അജികുമാർ പറയുന്നു. 47 ലക്ഷം രൂപ അടയ്ക്കാൻ തയ്യാറായെങ്കിലും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 33 സെന്റിൽ 16 സെന്റ് വിറ്റ് കടം തീർക്കാൻ ശ്രമിച്ചിട്ടും ബാങ്ക് അതിനും തയ്യാറായില്ല എന്നായിരുന്നു ആക്ഷേപം. തുടർന്ന് കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. കടുത്തുരുത്തി അർബൻ ബാങ്ക് കേന്ദ്രീകരിച്ച് ഭൂമാഫിയ വായ്പ കുടിശ്ശികയായവരുടെ വസ്തുവകകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായി വീട്ടുകാർ ആരോപിക്കുന്നു.